ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം. ചക്കപ്പഴം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, ഇവിടെ വന്ന് നാണമില്ലല്ലോ കൊച്ചു പിള്ളേരെ പോലെ ഒളിച്ചു കളിക്കാൻ വേണ്ടിട്ട്. ഇത് നീ അതിന്റെ പണ്ടയിലോട്ടൊക്കെ വലിച്ചു കയറി. ഇടാ എന്റെ പടലിക്കല്ല, അങ്ങോട്ട് കയറടാ. ഇങ്ങോട്ടാ ഇവിടെ എവിടെ പോയി 45, 46, 47, 48, 50. അടുത്ത ചവിട്ടിക്കുന്നവരും മത്സരത്തേക്കുന്നവരും എല്ലാവർക്കും സ്വാറ്റ്. സാറ്റോ? ഞാൻ വിളിച്ചൊന്നുമില്ല. അന്നപ്പയോളി ഞാനേ ജംഗ്ഷനിൽ നിന്ന് വരുന്നേ. പിന്നെ ഞാൻ അങ്ങനെ കളിക്കുന്നേ? അമ്മ നാടെ കുഴിയിരിക്കുന്നു. എന്തുവാ ചെറുക്ക കളി അലമ്പാക്കാനായിട്ട്? നാണല്ലേ അമ്മ നിങ്ങൾക്ക് വയസ്സാകാലത്ത് സാറ്റ് കളിക്കാൻ? ചേട്ടൻ ചേട്ടത്തി എന്തി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ എനിക്കറിയത്തില്ല, എന്നെ ഒന്ന് പിടിച്ച് കയറ്റി. നീ ഇതെങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയേ? അതൊക്കെ ഇറങ്ങി ഞാൻ. എന്നാ ഇറങ്ങി പോലെ ഇങ്ങനെ കയറി. എനിക്ക് വേറെ പണിയുണ്ട്. ചേട്ടാ ചേട്ടത്തി, ഇതെല്ലാത്തിനും വട്ടായോ? അച്ഛമ്മ ദാണ്ട ഭയങ്കര ചേട്ടത്തിയോട് ഒളിച്ചിരിക്കുന്നേ. അങ്ങനെയാ? അതാ വരുന്ന ഓട് മക്കളെ, ഇപ്പൊ പപ്പടമായ ഞാൻ സാറ്റ് അടിച്ചു. നാണമില്ലല്ലേ അച്ഛമ്മ സാറ്റ് അടിച്ച് ഹീറോ ആയി സാറ്റ് അടിക്കാൻ? പോയി ചത്തൂടെ. നിങ്ങളാരല്ലേ എന്നെ ഇവിടെ നിന്ന് പിടിച്ച് കയറ്റി? അയ്യടാ കുറച്ച് കഴിയട്ടെ. ഇവിടെ അനീചറുക ഇവിടെ സന്തോഷം കളിയാടുന്നുണ്ടാ. നീ പോയതുപോലെ ഇവിടെ ഭയങ്കര സന്തോഷം. തിരിച്ച് വന്നു കയറി ദുരന്ത പ്രവാഹം. ഞാൻ പോയപ്പോ എന്താ നിങ്ങൾ സന്തോഷത്തിന്റെ വിത്തിട്ടോ? ഇന്നലെ വൈകുന്നേരം അച്ഛ ഇട്ട്, ഇന്ന് രാവിലെ അത് കിളിച്ച് കായും വന്ന് ഞങ്ങളത് തിന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ്. അച്ഛനും ചേട്ടനും എന്നെ സഹായിക്കണം. എന്തോന്ന്? എന്നെ കുറച്ചമാര് ജംഗ്ഷനിൽ വെച്ച് കളിയാക്കി. ആരടാ നിന്നെ കളിയാക്കിയത്? കിച്ചു, പിച്ചു, മിഥുൻ കെ പി, രായണ്ണൻ, താടിയുള്ള സുലൈമാൻ. ശരി, ഈ വയസ്സന്മാരാണ് ഇതിനെ കളിയാക്കിയത്? വയസ്സന്മാരൊന്നല്ല. കിച്ചു മിച്ചു ഒക്കെ കൊച്ചു പിള്ളേരാ. മറ്റേ മിഥുൻ കെ പി ഇടത്തരം. അച്ഛാ അവന്മാരൊക്കെ നമുക്ക് പൊക്കണം. എന്നിട്ട് അച്ഛ ഒരു 30 രൂപ വെച്ച് അങ്ങ് കൊടുക്ക്. അവര് ചായ ഇവിടെ വാങ്ങിച്ചിട്ട് ചേട്ടാ 50 രൂപ കൊടുത്തേക്ക് ചേട്ടാ. അച്ഛാ അച്ഛനെങ്കിലും ഒന്ന് വാച്ചാ. ഓടാ ഞാൻ വരുന്നില്ല, എന്റെ പൈസ ഒന്നുമില്ല. എടാ അവരെന്തോ പറഞ്ഞാ നിന്നെ കളിയാക്കിയ? ചിരിക്കാതെ ഞാൻ പറയട്ടെ. അവരെന്തോ പറഞ്ഞ് എന്നെ കളിയാക്കി. എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. എന്തോ പറഞ്ഞെങ്കിൽ വരുന്നില്ലെന്ന്. അത് തന്നെ അച്ഛമ്മ, അത് അവന് കിട്ടേണ്ട തന്നെയായിരുന്നു. കിട്ടണ്ടായിരുന്നു. ഞങ്ങള് കളിക്കാൻ പോകുന്നത്. നീ എന്റെ കൊച്ചിനെങ്കിതാ അടുത്ത ആരാണ്? അടുത്ത ആരാണ്? പൊക്കോ നീ പൊക്കോ. അപ്പൊ എന്നോട് ആരും നിങ്ങൾ പ്രതികാരം ചെയ്യാൻ വരത്തില്ലല്ലേ? ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓ അത് ശരി. അപ്പൊ എന്റെ മാനത്തിന്റെ കാട്ടി വലുതാ നിങ്ങൾക്ക് സാറ്റ് കളി. നടക്കട്ടെ, ശരിയാക്കി തരാം. ഓ എന്നോട് ആരും വരണ്ട. ശരി ആരെങ്കിലും സന്തോഷമായിട്ടിരിക്കണ്ട. അപ്പൊ അവന് പല്ലിന് പുളിപ്പ് കയറും. അവ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒന്ന് ആഘോഷിച്ചാണ്. അതാണ് ആഘോഷിക്കാം. അതിനു മുമ്പ് എന്നെ ഇവിടെ നിന്ന് പിടിച്ച് കയറ്റുവോ? ഇത് വലിയ ശല്യമായല്ലോ. അച്ഛ കൊറേ നേരം ആകുമ്പോ കുഴി കിടക്കുന്നു. ഒന്ന് പിടിച്ച് കയറ്റച്ചാ. ഒന്ന് പിടിച്ച് കയറ്റി ചേട്ടാ. ഹലോ 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 അളിയാ രാശ, ഞാനളിയാ മറ്റേ സുമേഷടാ. എടാ അളിയാ നീ ഒന്ന് വരണം അളിയാ ഇവിടം വരെ. ഗുണ്ടായിസം കാണിക്കാൻ നീ വന്നേ പറ്റൂ. എടാ അച്ഛനും എന്തുവാ, എടാ അച്ഛനൊക്കെ എന്നെ കൈ കഴിഞ്ഞു. ഇനി നീയും കൂടെ കൈ കഴിഞ്ഞ് ആകെ വിഷയവും. വിഷയമാവെന്ന് പറഞ്ഞാൽ വിഷയവും. എടാ എന്തുവാ മറ്റവന്മാരെ ഒതുക്കിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നീ വരുമോ നീ? ആ
കളിക്കുന്നില്ലേ? സന്തോഷമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലേ? കുറെ നേരം പാട്ട് പാടിയിട്ട് ചായ കുടിക്കാൻ നല്ല രസം. ശരിക്കും ഈ വീടിന്റെ മൂഡ് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിയില്ലേ? Completely change ആയി പെട്ടെന്ന്. അതെ, നമുക്ക് എന്താ എന്നും ഇങ്ങനെയൊക്കെ ചെയ്താലോ? ആ സുമേഷ് സമ്മതിക്കണ്ടേ? ഓരോരോ ഇതായിട്ട് നമുക്കിനി സന്തോഷത്തിന്റെ ഉത്സവമായിരിക്കും. ഉത്തമ, ആ സുമേഷ് ഇവിടെ ഒന്നും കാണുന്നില്ല. ജംഗ്ഷനിൽ പ്രതികാരം ചോദിക്കാൻ പോട്ടെ ഉമ്മാരെല്ലാം എടുത്തിട്ട് പൂശി കാണൂ. ഒറ്റയ്ക്ക് അടിയുണ്ടാക്കാനൊന്നും അവൻ പോകില്ല. ഇത് നമ്മളുടെ സന്തോഷം കണ്ട് സഹിക്കാൻ പറ്റാതെ എവിടെ മാറുകയാണ്. കോള് വരുന്നു, പരിചയമില്ലാത്ത നമ്പറാ. ഹലോ, ഉത്തമേട്ടനോ? സുമേഷ് ശബ്ദം മാറ്റി വിളിക്കും. ഹലോ ഹലോ, ഇത് ആരാന്നാ പറഞ്ഞേ? ഞാൻ പാർവതിയാ. പാർവതിയോ? ആഹാ, ഒത്തോട്ട് എന്നെ പാറുന്നാ വിളിക്കാറ്. ആ ഓക്കെ ഓക്കെ. എന്താ പാറു വിളിച്ചേ? ഞാനും ഉത്തോട്ടനും തമ്മില് അവിഹിതമാണ്, അതൊന്ന് അറിയിക്കാൻ വിളിച്ചതാ. അവിഹിതമാണോ? ആഹാ, ഈ പാറുവിന്റെ അടുത്ത് ഉത്തമേട്ടൻ എങ്ങനെയാ? എന്റെ അടുത്ത് ഭയങ്കര വഴക്കായി, എപ്പോഴും ഇവിടെ അലമ്പാ. എങ്ങനെയാ പാറുവിന്റെ അടുത്ത്? അവിഹിതം കേട്ടിട്ട് എന്താ ചേച്ചി മിണ്ടാത്തൊന്നും? എടാ ചെറുക്കാടാ, ഡേയ് ചുമ്മാ അല്ല നിന്നെ ജംഗ്ഷനിൽ മൂപ്പിലാമ്പാര് കിടന്നിട്ട് താങ്ങണേ ഏട്ടാ. അയ്യോ അയ്യോ, ഇത് ഉത്തമേട്ടന്റെ ശബ്ദമല്ലേ? എടാ ഉത്തമേട്ട മാത്രമല്ലടാ, ഞാനും ഉണ്ട് കുഞ്ഞുണ്ണി. ഞാനും ഒട്ട് എന്തെങ്കിലും അവിഹിതം വല്ലതും ഉണ്ടോടെ? നിങ്ങൾ എന്താ ആളെ കളിയാക്കുവാണോ? എടാ ചെറുക്ക, നീ എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഇവിടെ ഒന്നും നടക്കാൻ പോകില്ല കേട്ടാ. ഇത് പാലേ, പക്ഷെ അടുത്ത പണി ഉടനെ വരുന്നുണ്ട് കേട്ടോ. കയ്യിൽ വെച്ചിരുന്നാ മതി. ഞാൻ വെച്ചോണ്ട് തരാൻ കൊടുത്തു. ശരി ശരി പാറു. പോടാ പോടാ. അത് കൊള്ളാട്ടോ, നല്ല അനിയൻ. നല്ല ഒരു ഉടായിപ്പോട്ടെ അവൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്നാണ് ഇതൊക്കെ. എന്റെ അടുത്താണ് ചോദിക്കണേ. ഒന്നും പറയണ്ടേ, പറ്റിപ്പോയി. അച്ഛന് ചായ വേണം? വേണ്ട, കുടിച്ചോ കുടിച്ചോ. വല്ല അവിഹിതം ഉണ്ടോടെ? അല്ല, വല്ല പാറുവോ? ഇനി ആരെങ്കിലും ശരിക്കും വരുമോ? ഉത്തമനായോണ്ട് എനിക്ക് സംശയം ഇല്ലാതില്ല കേട്ടോ. ഉത്തമ പോന്നാടേ, നീ ചായ കുടിക്കുന്നില്ലേ? ചായ കുടിച്ച് തീർന്നോണ്ടാ പോയെ. അമ്മേ, എന്താടി ആ മൂപ്പിലമാരെല്ലാരും കൂടെ സുമേഷിനെ കളിയാക്കുന്ന കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. നടങ്ങടി, ആ ചെക്കൻ മനസ്സ് വിഷമിച്ച് നാട് വിട്ടു പോകുന്ന ഇപ്പൊ എന്റെ പേടി. പിന്നെ നാട് വിട്ടു പോകാനൊക്കെ ഒരു ധൈര്യം വേണം, അതവനില്ല. അമ്മ പേടിക്കണ്ട. എഴുതേ, ഓ പാടി എന്റെ തൊണ്ട അടച്ചു. നീ ഇത്തിരി കട്ടൻ ചായ എടുത്തേ. അച്ഛൻ സൂക്ഷിച്ചോ, സുമേഷിന് ഏറ്റവും കൂടുതൽ വൈരാഗ്യം അച്ഛനോടാ. പണി കിട്ടും മോനെ, സുന്ദരൻ. പിന്നെ എടി, പെട്രോൾ തീരാറായ പ്ലെയിന് ശത്രു രാജ്യത്തോടെ പറത്തിച്ചിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. അതിന് പ്ലെയിന് പെട്രോൾ ആണോ? പിന്നെന്താ, ഡീസലാണോ? അല്ല, മണ്ണെണ്ണയോ അങ്ങനെ എന്തോ അല്ല അച്ഛാ? മണ്ണെണ്ണയോ? പൈലറ്റ് വരെന്താ രാവിലെ കന്നാസും കൊണ്ട് റേഷൻ കടയിലേക്ക് പോകുന്നാണോ നിന്റെ വിചാരം? ഒരു സെക്കൻഡ്, എന്റെ വിചാരമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ നോക്ക് നോക്ക്, റിഫൈൻഡ് കെറോസിൻ എന്ന് വെച്ചാ എന്താ? മണ്ണെണ്ണ. നിക്ക് 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 നിക്ക്, ശരിക്കും പൈലറ്റ് ആയിരുന്നു? എടി, അത് വല്ല പുതിയ എഞ്ചിൻ വല്ലതും ആയിരിക്കും. ഞാൻ വിമാനം ഓടിച്ചിരുന്ന സമയത്ത് പ്ലെയിനകത്തൊക്കെ പെട്രോൾ ആണ് ഒഴിച്ചോണ്ടിരുന്നത് കേട്ടാ. എനിക്ക് മണ്ണെണ്ണ കട്ടൻ ചായ ഒന്നും വേണ്ട. അച്ഛാ, കാറിന്റെ എഞ്ചിൻ വേണോ? പെട്രോളാ. ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. തള്ളിന് മാത്രം ഒരു കുറവുമില്ല. എടി, എന്നാലും സുമേഷ് വരുമായിരിക്കും അല്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും? എന്റെ പൊന്നമ്മ, അവന് പണിയൊന്നും അറിയാൻ പാടില്ലല്ലോ, തിരിച്ചു വരും. എന്താണ്? എന്താന്നറിയാമോ? എന്താ? ഊഹിച്ചു നോക്ക്. ഇതുപോലൊരെണ്ണം ഞാൻ നിനക്ക് വാങ്ങി തന്നിട്ട് കുറേ നാളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തും ആവാം. അത് ഞാൻ നിനക്കൊന്നും വാങ്ങി തരാറില്ലേ? ഉണ്ട്, ഞാൻ പറയാം. അവസാനം വാങ്ങിച്ചത് 2015. മതി 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 മതി, അടിയാകും. ആറ്റുമാറ്റി കിട്ടിയ നല്ലൊരു ദിവസമാണ്. എന്താ പറ, എന്താന്ന്? പൂവോ?
പൂവേ സെമ്പൂവേ ഉൻ വാസം വരും എന്തുപറ്റി? വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം വായ്പേസിടും പുല്ലാങ്കുഴൽ നീ താനൊരു പൂവിൻ മടൽ. എന്താ ഉദ്ദേശം? ഈ പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ട് വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അതിന് തിയേറ്റർ എവിടെ ഇരിക്കുന്നു? നാശം പിടിക്കാനായിട്ട് ഒരു കോവിഡ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പൂവും വെച്ചോണ്ട് ഇവിടെ വന്നോളാം. പൂവും വെച്ചോണ്ട് വീട്ടിലിറങ്ങി നിൽക്കും, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോവാം. ഇപ്പൊ കറങ്ങാൻ പോയിട്ട് വല്ല കണ്ടെയ്ൻമെന്റ് സോണിൽ ചെന്ന് കയറിയാലേ പൂവും വെച്ചോണ്ട് ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും. ഞാനില്ല. എന്തൊരവസ്ഥയാണ് നോക്കിയാണ്. പുറത്തു പോയാൽ ആരെങ്കിലും മുഖത്തൊക്കെ ചിരിക്കാൻ പറ്റുമോ? എന്താ മാസ്ക് വെച്ചോണ്ട് ചിരിച്ചാല് കൊഞ്ചണം കുത്തണമെന്ന് വിചാരിക്കുള്ളൂ. അത് കറക്റ്റ്. ഇനിയിപ്പൊ അതും പറഞ്ഞ് മൂടോട്ടാവണ്ട, നമുക്ക് ഈ പൂവും വെച്ചോണ്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അവൻ വിളിക്കാണ് വേറെ നമ്പരിൽ നിന്ന്. സുമേഷ്, നാണമില്ലേ? എടുക്കൊന്നും വേണ്ട, അവൻ എന്തൊക്കെയാ പറയാൻ പോണത് തമ്പുരാനും അവനും മാത്രമേ അറിയത്തുള്ളൂ. എടുക്കാം, എടുത്തിട്ട് രണ്ടും കൂടെ പറയാം. എടാ നിനക്ക് നാണമില്ലേടാ കുടുംബത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്? നീ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എന്നെയും അവളെയും തമ്മിൽ തെറ്റിക്കാൻ നിനക്ക് ഒരിക്കലും പറ്റൂല കേട്ടോ. തേർഡ് റേറ്റ് കുറ്റവാളി. എടാ അയ്യോ അയ്യോ മിമിക്രി ഒന്നും കാണിക്കല്ലേ. നിന്നെ പോലെ ഒരുത്തനെ, നിന്നെ പോലെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹലോ, അച്ഛനാണ്. അയ്യോ മാമ, പുതിയ നമ്പരാ മാമ. അച്ഛാ മാറിപ്പോയ എന്റെ അച്ഛന്റെ ശബ്ദം കേട്ടോ നിങ്ങക്ക് ഇത്രയ്ക്ക് അറിയത്തില്ലേ? രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കും നിന്റെ അച്ഛൻ ആര്? അമിതാഭ് ബച്ചനാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്പർ മാറ്റി വിളിക്കണം എന്തിനാണ്? അല്ലേ പറയണം. ഡേ പൂ വെച്ചോണ്ട് വാ, നമുക്ക് ഇറങ്ങാൻ പോവാ. ഡോ നിക്കടോ, ഞാൻ അറിയാതെ പറഞ്ഞല്ലേ. എനിക്ക് സംശയമുണ്ട്, നിങ്ങളൊരു അവസരം കിട്ടിയപ്പോ പറയാനുള്ളതെല്ലാം പറഞ്ഞാണെങ്കിലോ? ഞാൻ നിന്റെ അച്ഛനെ ചീത്ത വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പല വൈരാഗ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്തിന്? എനിക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരി തന്നെ, പക്ഷെ അങ്ങനെ ചീത്ത വിളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്തുപാട് ഇത്? നിങ്ങളുടെ ഇഷ്ടം സ്നേഹമൊക്കെ എത്ര പെട്ടെന്ന് വരുന്നോ? ഇങ്ങനെ എന്റെ അച്ഛനെ ചീത്ത വിളിച്ചാ? ചീത്ത വിളിച്ചോ? ചീത്ത ഒന്നും വിളിച്ചില്ല അച്ഛാ. ആ സുമേഷ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കുറ്റം പറഞ്ഞു, അത്രേ ഉള്ളൂ. കുറ്റമൊന്നുമല്ല, വായി തോന്നുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞു. എന്തോ വായി തോന്നിയാ പറഞ്ഞു? അച്ഛാ ഞാൻ പറഞ്ഞ് നീ എന്തിനാ കുടുംബത്തിൽ പറയിപ്പിക്കാൻ വേണ്ടിട്ട് വന്നത് അങ്ങനെ ചോദിച്ചു. പിന്നെ എന്തോന്ന് പറഞ്ഞ് തേർഡ് റേറ്റ് കുറ്റവാളി എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കേട്ടാ എന്റെ അച്ഛന് ഫീൽ ചെയ്യല്ലേ? പിന്നെ ഫീൽ ആവും. തന്നെയല്ല, പണ്ട് ചെറിയൊരു കേസ് പെട്ട എന്റെ അച്ഛനൊന്ന് ജയിലിലും പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കാണുമ്പോഴേ തോന്നിയിട്ടുണ്ട് റോങ് ആണെന്ന്. അത് വൈരാഗ്യം കൊണ്ട് അവരെ കള്ളക്കേസ് കൊടുക്കിയതാ. ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം തന്നെ ആയിരിക്കും അല്ലേ അച്ഛാ? എന്താ കേസ്? അത് പറയാതിരിക്കാ വേണം. പുറത്തു വരാൻ കൊള്ളൂലേ? അച്ഛാ അടിച്ച് വിരിഞ്ഞോ? ആരടിച്ചു പിരിഞ്ഞു? ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ല ചേട്ടത്തിന്റെ മോന്ത ബലൂൺ കണക്ക് വീർത്തിരിക്കുന്നു. അത് ഇപ്പൊ ഒരു കടന്തൽ കുത്തി ഇപ്പൊ പറന്നു പോയതേ ഉള്ളൂ. ഓ എന്നാ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ മുത്തുന്ന രീതിയിലുള്ള മുട്ടമണി ആയിട്ടാ സുമേഷ് വന്നിരിക്കുന്നത്. എന്താണ് പണി? എന്താ പണി? ചേട്ടൻ ഭയങ്കര മൃഗസ്നേഹിയാന്നല്ലേ പറഞ്ഞു കിടക്കുന്നത്? ഞാൻ മൃഗസ്നേഹി തന്നെയാണ്. ആന്നല്ലേ? എന്നാ ചേട്ടൻ മൃഗസ്നേഹി അല്ലെന്ന് ഞാൻ പറഞ്ഞു വരുത്തും. എന്നിട്ട് ചേട്ടൻ ഒരു ആനയുടെ ബാക്കില് മൃഗീയമായിട്ട് കുത്തുന്ന ഫോട്ടോ ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നാട്ടുകാർ കാണിച്ചു കൊടുക്കും. അയ്യോ അയ്യോ, ഞാൻ പേടിച്ച് തല ഇറങ്ങിപ്പോയി. ഇതാണോ വലിയ പ്ലാൻ? അച്ഛനൊന്നും കൂടുതലൊന്നും പറയണ്ട, അച്ഛനും ഉണ്ട് പണി. അച്ഛൻ പൈലറ്റാന്നല്ലേ പറഞ്ഞോണ്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു നടക്കും അച്ഛനെ അവിടെ മുറുക്കാൻ കടയെന്ന് നാട്ടുകാർക്ക് ഞാൻ പറയും. എന്നിട്ട് അച്ഛന്റെയും മുറുക്കാൻ കട ഇരിക്കുന്ന ഫോട്ടോഷോപ്പ് വെച്ച് എഡിറ്റ് ചെയ്ത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും. നോക്ക് നിനക്ക് പണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേട്ടാ ഇതെടാ പണി ഉണ്ടാക്കി വെക്കല്ലേ? അല്ല നിനക്ക് എന്താ? എനിക്കെന്തോ എന്താ കുഴപ്പമൊന്നും? എനിക്കൊരു കുഴപ്പമില്ല. ചുമ്മാ ഫോൺ ചെയ്യേണ്ട കാര്യം എന്താണ്? എന്ത് ഫോൺ ചെയ്ത്? എന്ത് ഫോൺ ചെയ്ത്? ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ഞാൻ ചെയ്തത്? എന്ത് കയ്യിരിപ്പ്? എന്താ കയ്യിലിരിപ്പ്? ആരുടെ കയ്യിലിരിപ്പ്? കെട്ടിയിട്.
എന്തോ നിയമമാണ് എന്തോ പിടിച്ച് നിയമം? മാറ്റുന്നോ വേണ്ടേ നിനക്കത് ആവശ്യമാ വേണ്ടേ വേണ്ടേ നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. നേരം കാറ്റിന്റെ വാതിൽ ചായ പൈങ്കിളി എന്താ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്തുപറ്റി? നീ അവളുടെ അടുത്തൊന്ന് സംസാരിക്കണം. ആരെടുക്ക നാത്തോലെടുക്കലോ? ആ. എന്തിനാ? അതെ, അവളെ അച്ഛൻ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ അസഭ്യം പറഞ്ഞു. സഭ്യം അല്ലാത്തത് അസഭ്യം. അപ്പൊ സഭ്യം എന്ന് വെച്ചാ അസഭ്യം അല്ലാത്ത സഭ്യോടാ. എന്റെ പൊന്നേട്ടാ, അവർക്ക് വിപരീതവാദം പറഞ്ഞു കൊടുക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, ഈ സുമേഷ് രാവിലെ മുതൽ വേറെ വേറെ നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അപ്പൊ അതിനിടയ്ക്ക് അവളുടെ അച്ഛൻ പുതിയ നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചു. ആ ഞാൻ അറിയാതെ എന്തൊക്കെ വായി തോന്നി എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു. ആപ്പാടെ പ്രശ്നം. അയ്യോ പാവ ഫീലായി കാണുമല്ലേ. അതിനിപ്പോ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അച്ഛനെ നേരെ തിരിച്ചു വിളിക്കുക, എന്നിട്ട് പറയുക സുമേഷ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് സുമേഷ് ആണെന്ന് കരുതി പറഞ്ഞതാണ്, ക്ഷമിക്കണമെന്നങ്ങ് പറഞ്ഞേക്ക. അത്രേ ഉള്ളൂ. അച്ഛൻ സുമേഷാണ്. ആ സുമേഷ് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് അവൻ കളിപ്പിക്കാന്ന് വിചാരിച്ച് ചീത്ത പറഞ്ഞാന്നങ്ങ് പറഞ്ഞേക്ക. അച്ഛനാന്ന് അറിഞ്ഞില്ല എന്ന് പറ. ഞാൻ എന്റെ അന്യ ഇങ്ങനെ ഒരുത്തനാണ്, ഞാൻ ഇങ്ങനെ വിളിച്ച് പറയും. നമുക്ക് ഒരു ഇതില്ലേ, സ്റ്റാറ്റസ് ഇല്ല നമുക്ക്. ശരിയായിട്ടോ, അത് നമുക്കുണ്ട്, അവനില്ലെങ്കിലും. അതെ വരുന്നു. അപ്പൊ എന്താ തീരുമാനിച്ച്? എന്ത്? എന്റെ കൂടെ പ്രതികാരം ചെയ്യാൻ വരുന്നോ ഇല്ലയോ? അതോ പ്രതികാരം ചെയ്യാൻ വരുന്നോന്ന്? എന്തിന്? നീ ഇത് ഏത് വർഷമാണ്? 2020. എനിക്ക് 2021 കാണണോ? ഓ മാസ് ഡയലോഗടേ. ഞാൻ ചേട്ടനെ ആനയെ കുത്തുന്ന ഫോട്ടോടെ പണിയാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഇങ്ങ് വരും. കൊടുത്ത് സുമേഷിന്റെ അടപാടില്ല. ചേട്ടനായി പോയി അടിക്കാൻ പറ്റില്ല. എടി ഞാൻ മുറുക്കാങ്കടക്കാരനാണെന്ന് ചെറുക്കൻ പറഞ്ഞു പറ്റിയ ഈ നാട്ടുകാർ അതങ്ങ് വിശ്വസിക്കുമോ? ഈ മുറുക്കാങ്കടക്കാർക്ക് എന്താ ഇത്ര കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൈലറ്റിനെ പോലെ ആവില്ലല്ലോ. ശരിയാ, പൈലറ്റിനെ പോലെ ആകല്ല, പക്ഷെ ഈ കൊടിവീശൽക്കാരെക്കാളും ഭേദം. ഒന്ന് ചുമ്മാ ഇരിക്കോ, മനുഷ്യനോട് പ്രാന്തെടുത്തിരിക്കുക. ചമ്മേ, എന്താണ് ഒരു ആലോചന? ഒന്നുമില്ല, വെറുതെ വെറുതെ. ആ ഉത്തമ, നമുക്ക് ആ സുമേഷിനോട് ജംഗ്ഷനിൽ പോട്ടെ, ആ പ്രശ്നം അങ്ങ് പരിഹരിക്കാം. വെറുതെ എന്തിനാണ് അവനെ പിടക്കുന്നത്? അച്ഛൻ എന്താണ് അച്ഛാ കുഴപ്പം? അച്ഛൻ അവന്റെ താളത്തിന് തുള്ളാനും നിൽക്കണ്ട ചുമ്മാ. എടാ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ, നമ്മുടെ നാട്ടിൽ എന്ത് കണ്ടാലും കേട്ടാലും അതേപോലെ വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. മുറുക്കാങ്കടക്കാരൻ കുഞ്ഞുണ്ണിയും ആനത്തലി ഉത്തമനും ഒരു തീരുമാനത്തിൽ എത്തിയോ? നീ പോയി ആ ഫോട്ടോയുടെ പ്രിന്റ് എടുത്തോണ്ട് വാടാ. ആ അത് ശരി, അപ്പൊ നീയോ അവന്റെ വശത്തായ? എന്റെ അച്ഛനെ കുറച്ച് ചീത്ത വിളിച്ചതല്ലേ, കുറച്ചൊന്ന് ആറട്ടെ. ഞാൻ പ്രിന്റ് എടുക്കുവേ. നീ എടുക്കടാ. അയ്യോ അയ്യോ, പിന്നെ ഞാൻ അങ്ങ് പേടിച്ചു വേടാ, പേടിച്ചു ഞാൻ. നീ എന്തിനു ചുമ്മാ അവനെ ഇളക്കുന്നത്? എടാ സുമേഷ, നിന്നോട് ഞാൻ വരാടാ, എന്താ പോരെ? അച്ഛാ അവന്മാരെ അവിടെ അടിച്ചിളക്കും അച്ഛനെ. അവിടെ കാര്യം എന്റെ ചേട്ടാ പേടിക്കൊന്നും വേണ്ട, അവരെല്ലാം മുതു കളവന്മാരാ. എന്നാ പിന്നെ നിനക്ക് പോയി അടിച്ചൂടെ? ഞാൻ പോയി അങ്ങനെ ശരിയാവും. ഞാൻ അവരെ കാട്ടി ഇളതല്ലേ, എനിക്ക് റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട്? ആ പിന്നെ ഭയങ്കര റെസ്പെക്ട് ആണ്. നിങ്ങൾ വന്നില്ലല്ലേ? നിങ്ങളാരും പോണ്ട, ഞാൻ പോകോളാം. അമ്മ എന്തിനുള്ള പുറപ്പാടാ ഇത്? നീ ചുമ്മാ ഞാൻ കൂടെ വരാം. വേണ്ട, ഒറ്റ ഒരെണ്ണം ഇവിടുന്ന് ഇറങ്ങി പോവരുത് കേട്ടോ. അവിടെ ഇരുന്നോണം. കണ്ട് പടി. എന്റെ കൊച്ചുമോനെ ആരാ കളിയാക്കിയതെന്ന് അറിയണമല്ലോ. ഞാനും കൂടെ വരാം അവിടെ അതിന്റെ കൂടെ. കണ്ട് പടി അങ്ങോട്ട്.